ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓഡിറ്റിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഓഡിറ്റിംഗ് എന്താണെന്ന് നോക്കാം. മീനിങ് ഓഫ് ഓഡിറ്റിംഗ്. ദ വേർഡ് ഓഡിറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഓഡയർ വിച്ച് മീൻസ് ടു ഹിയർ. ഓഡയർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഓഡിറ്റ് ഡിറൈവ് ചെയ്തത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ഹിയർ എന്നാണ്. Audit means systematic examination of books to verify the authenticity and accuracy of transaction. Audit എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ആണ്. അതായത് ട്രാൻസാക്ഷൻസിൻ്റെ അക്യുറസിയും ഓതൻറ്റിസിറ്റിയും വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ സിസ്റ്റമാറ്റിക്കലി എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റ് മീൻസ് എക്സാമിനിങ് ദി ഓതൻറ്റിസിറ്റി ഓഫ് വെരിഫൈയിങ് ദി ട്രാൻസാക്ഷൻസ് വിത്ത് റെഫറൻസ് ടു വൗച്ചർ, ഇൻവോയ്സ്, ഡോക്യുമെൻറ്റ്സ്, ബിൽസ് ആൻഡ് ക്യാഷ് മെമ്മോസ്. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവോയ്സും ഡോക്യുമെൻറ്റ്സും വൗച്ചറും ബില്ല് ഇതൊക്കെ നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് എന്താണ് ട്രാൻസാക്ഷൻസിൻ്റെ ഓതൻറ്റിസിറ്റിയും അക്യുറസിയും ഒക്കെ എക്സാമിൻ ചെയ്യുന്നതിന് വെരിഫൈ ചെയ്യുന്നതിനാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? നമ്മൾ രണ്ട് രീതിയിലാണ് പറയുന്നത്, പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്നും സബ്സിഡറി ഒബ്ജക്റ്റീവ്സ് എന്നും. ആദ്യം പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻഷുർ ദി അക്കൗണ്ട്സ് റിവീൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ബിസിനസ് ആൻഡ് ഇറ്റ്സ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട്സ് ഉണ്ടല്ലോ, അക്കൗണ്ട്സിൽ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെയൊക്കെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ കാണിക്കുന്നതെന്ന് എൻഷുർ ചെയ്യാം. വെരിഫൈ വെദർ ഓൾ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് റിക്വയർഡ് ബൈ ലോ ആർ കെപ്റ്റ്. ബിസിനസ് ലോ പ്രകാരം, കമ്പനി ലോ പ്രകാരമൊക്കെ കീപ്പ് ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അത് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ വെരിഫൈ ചെയ്യാം. Then verify whether proper accounting principles and procedures are followed. അതായത് കമ്പനിയിൽ എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. ദെൻ ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാം. വെരിഫൈ ദി ഓതൻറ്റിസിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ദി ട്രാൻസാക്ഷൻസിൻ്റെ കറക്റ്റ്നെസ്സും അക്യുറസിയും ഒക്കെ വെരിഫൈ ചെയ്യാം. Confirm the existence and the values of the assets and liabilities by physical verification. അതായത് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ ഓൾറെഡി അവിടെ ഉണ്ടോ, അതിൻ്റെ എക്സിസ്റ്റൻസ് അത് ചെക്ക് ചെയ്യുക. അത് ത്രൂ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. ദെൻ ഫൈൻഡ് ഔട്ട് വെദർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രോപ്പർലി ഡ്രോൺ ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ സബ്സിഡറി ഒബ്ജക്റ്റീവ്സ്. സബ്സിഡറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണുള്ളത്, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സും ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സും. അതിൽ ഫസ്റ്റ് വൺ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്. എന്താണത്? എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെയാണ് എറേഴ്സ് എന്ന് പറയുന്നത്. ഈ എറേഴ്സ് എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും റെസീപ്റ്റും വൗച്ചർ, ബില്ല് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ എറേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എറേഴ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഓഡിറ്റിങ്ങിൻ്റെ സബ്സിഡറി ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഇനി പറയുന്നത് എറേഴ്സിൻ്റെ ടൈപ്സ് ആണ്. ടൈപ്സ് ഓഫ് എറേഴ്സ്. ടൈപ്സ് ഓഫ് എറേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലറിക്കൽ എറേഴ്സ് എന്നും ടെക്നിക്കൽ എറേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലറിക്കൽ എറേഴ്സിനെ വീണ്ടും മൂന്നെണ്ണമായിട്ട് ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ടെക്നിക്കൽ എറേഴ്സിൽ വരുന്നതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് വൺ എന്താണ്? എറർ ഓഫ് ഒമിഷൻ. എ ട്രാൻസാക്ഷൻ ഈസ് ഹോളി ഓർ പാർട്ട്ലി ഒമിറ്റഡ് ബീയിങ് പ്രോപ്പർലി റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസാക്ഷൻ അത് റെക്കോർഡ് ചെയ്യുന്ന ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഹോളി അല്ലെങ്കിൽ പാർട്ട്ലി മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുന്നതിനെയാണ് ഒമിഷൻ, എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിലാണുള്ളത്, കംപ്ലീറ്റ് ഒമിഷൻ എന്നും പാർഷ്യൽ ഒമിഷൻ എന്നും. കംപ്ലീറ്റ് ഒമിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും, ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് രണ്ടും റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോവുകയാണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയും. ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ആസ്പെക്റ്റുകൾ വിട്ടുപോവുകയാണെങ്കിൽ അതൊരിക്കലും ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, പാർഷ്യൽ ഒമിഷൻ. അടുത്തതാണ് പാർഷ്യൽ ഒമിഷൻ. പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് വിട്ടു പോകുന്നതിനെയാണ് പാർഷ്യൽ ഒമിഷൻ എന്ന് പറയുന്നത്. അത് ഡെബിറ്റ് ആസ്പെക്റ്റ് ആവാം, ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആവാം, ഏതെങ്കിലും
ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് വിട്ടുപോകുന്നതിനാണ് പാർഷ്യൽ ഒമിഷൻ എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് എറർ ആണ് എറർ ഓഫ് കമ്മീഷൻ. എ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ റെക്കോർഡഡ് ആൻഡ് റോങ്ലി എൻറ്റേർഡ് ഇൻ ദ ഒറിജിനൽ എൻട്രി ലെഡ്ജർ ഡ്യൂ ടു നെഗ്ലിജൻസ്. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ലെഡ്ജറിൽ എൻട്രി ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് റോങ്ലി ആണ് റെക്കോർഡ് ചെയ്തത്. അതിനാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെൻറ്റ് പെയ്ഡ് ₹1000 എന്നുള്ളത് റെൻ്റ് അക്കൗണ്ടിൽ ലെഡ്ജറിൽ ചെയ്യുന്ന സമയത്ത് 1000 എന്നുള്ളത് മാറി 100 എന്നായിട്ടുണ്ടെങ്കിൽ അത് എറർ ഓഫ് കമ്മീഷൻ ആണ്. നെക്സ്റ്റ് തേർഡ് വണ്ണാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്താണ്? കോമ്പൻസേറ്റിംഗ് എറർ ഈസ് ഓൾസോ കോൾഡ് ഓഫ്സെറ്റിംഗ് എറേഴ്സ്. ഓഫ്സെറ്റിംഗ് എറേഴ്സ് എന്നും കോമ്പൻസേറ്റിംഗ് എറേഴ്സിനെ നമ്മൾ പറയും. എ കോമ്പൻസേറ്റിംഗ് എറർ ഈസ് വൺ ഇൻ വിച്ച് ഈസ് കൗണ്ടർ ബാലൻസ്ഡ് അനദർ വൺ. ഒരു എറർ മറ്റൊരു എററിനെ ഇല്ലാതാക്കുന്നതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ഒരു എറർ മറ്റൊരു എററിനെ കൗണ്ടർ ബാലൻസ് ചെയ്യും, അതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ഫോർത്ത് വണ്ണാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ്. Entries are recorded against the accepted principles of accountancy. അക്കൗണ്ടൻസിൻ്റെ ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നതിനാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ സബ്സിഡറി ഒബ്ജക്റ്റീവ്സിൽ സെക്കൻഡ് വണ്ണാണ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ്. ഫ്രോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻഷനലി റെക്കോർഡ്, അതായത് ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റൻഷനലി ഒരു എൻട്രി റോങ് ആയിട്ട് എൻട്രി ചെയ്യാണ്, റോങ്ലി റെക്കോർഡ് ചെയ്യാണ്, തെറ്റായ രീതിയിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഫ്രോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫ്രോഡ്സ് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക, അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഓഡിറ്റിങ്ങിൻ്റെ സബ്സിഡറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, അത് ഫോർ ദി ബിസിനസ്, ഫോർ ദി ഓണേഴ്സ് ആൻഡ് ഫോർ ദി സൊസൈറ്റി. ഇങ്ങനെ 3 രീതിയിലാണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് ടു ബിസിനസ്. ബിസിനസ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഓഡിറ്റിംഗ് കാരണം ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ഇൻ അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൽ ഉണ്ടാകുന്ന എറേഴ്സും ഫ്രോഡ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. എൻഷ്യൂർ ആക്യുറസി ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൻ്റെ ആക്യുറസി ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും. എൻഷ്യൂർ ഓതൻറ്റിസിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആക്യുറസി, ഓതൻറ്റിസിറ്റി, കറക്റ്റ്നെസ് ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി ഓഡിറ്റിംഗ് സഹായിക്കുന്നുണ്ട്. ദെൻ ലോൺസ് ആൻഡ് ക്രെഡിറ്റ്സ് ക്യാൻ ബി ഈസിലി ഒബ്റ്റെയിൻഡ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് കമ്പനീൻ്റെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം എന്താണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ലോൺസും ബാങ്ക്സിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ലോൺസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ലോൺസ് അവർ ഈസിലി നമുക്ക് തരും. ദെൻ ബിസിനസ് ക്യാൻ എൻജോയ് റെപ്യൂട്ടേഷൻ ആൻഡ് ഗുഡ് വിൽ. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഓഡിറ്റ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റർ ആണെങ്കിൽ അത് എന്താണ് ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷനും ഗുഡ് വില്ലും ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബിസിനസ്സിനുണ്ടാവുന്ന അഡ്വാൻറ്റേജസ്. ഇനി ഓണേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാവുന്നത് നോക്കാം. അഡ്വാൻറ്റേജസ് ടു ദി ഓണേഴ്സ്. In the case of a sole trader, auditing assures him that all business transactions have been duly accounted for and there are no errors or frauds. സോൾ ട്രേഡറിൻ്റെ കേസിൽ പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ അവിടെ എറേഴ്സും ഫ്രോഡ്സും ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഓഡിറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. In the case of partnership firm, audited accounts serve as an evidence of proper management of the affairs of the business. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എന്താണ് ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ അഫയേഴ്സ് പ്രോപ്പർലി മാനേജ് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. ദെൻ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആർ ഹെൽപ്പ് ഇൻ ദ വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ദി അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ. അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ ഗുഡ് വിൽ വാല്യൂ ചെയ്യാനും, അതുപോലെ പാർട്ണർഷിപ്പിൻ്റെ കേസിൽ പറയുമ്പോൾ എന്താണ് പാർട്ണറിൻ്റെ അഡ്മിഷൻ, അതുപോലെ റിട്ടയർമെൻറ്റ്, ഡെത്ത് ഇങ്ങനത്തെ കേസസിലൊക്കെ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യാനും ഈസി ആക്കുന്നുണ്ട്. Then, in the case of joint stock company, audit of accounts assures shareholders that the affairs of their company are smoothly and their investment is safe. Joint stock company കേസിൽ പറയുകയാണെങ്കിൽ ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട്സ് എന്താണ് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കമ്പനിയുടെ അഫയേഴ്സ് ഒക്കെ പ്രോപ്പർലി ആണ് പോകുന്നത്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി സഹായിക്കും.
അതുപോലെ ഓഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ബേസിൽ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ വാല്യൂ ചെയ്യാനും സാധിക്കും. Then, in the case of a cooperative society or a trust, audit assures the members or the beneficiaries that the affairs of the society or trust are conducted properly and their investment are looked after properly. കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് ഇവരുടെ കേസ് പറയുകയാണെങ്കിൽ ഓഡിറ്റ് എന്നാണ് പറയുന്നത് മെമ്പേഴ്സിന് അല്ലെങ്കിൽ ബെനിഫിഷ്യറീസിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് സൊസൈറ്റി അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ അഫയേഴ്സൊക്കെ നല്ല രീതിയിലാണ്, അതുപോലെ അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്താനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓണേഴ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജസ്. ഇനി സൊസൈറ്റിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാകുന്നത്? അഡ്വാൻറ്റേജസ് ടു ദ സൊസൈറ്റി. ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഈസ് മോർ റിലയബിൾ ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്ക്സ് ഫോർ സാങ്ഷനിങ് ക്രെഡിറ്റ് ആൻഡ് അതർ അഡ്വാൻസസ്. അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അതെന്താണ്, ബാങ്ക്സിന് ക്രെഡിറ്റ് സാങ്ഷൻ ചെയ്യാൻ കൂടുതൽ ഈസി ആയിരിക്കും. അതുപോലെ ഡിറ്റർമൈനിങ് ഫയർ ഇൻഷുറൻസ് ക്ലെയിം, അതായത് പ്രീവിയസ് ഇയർ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫയർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അതുപോലെ ക്രിയേറ്റ് കോൺഫിഡൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, അതായത് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സേഫ് ആണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാകാനും ഓഡിറ്റിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ഇറ്റ് കനോട്ട് ഷോ സിഗ്നൽസ് അബൌട്ട് ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസിയോ ഒന്നും ഓഡിറ്റിംഗ് കാണിക്കുന്നില്ല. ദെൻ ഓഡിറ്റഡ് അക്കൗണ്ട്സ് മേ ബി ഇൻകംപ്ലീറ്റ് ആൻഡ് ഇൻകറക്റ്റ്, അതായത് ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം കുറവായതുകൊണ്ട് ചിലപ്പോൾ ഓഡിറ്റർ എന്തായിരിക്കും ടെസ്റ്റ് ചെക്കിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഓൺലി ഫോർ ഫ്യൂച്ചർ. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. Then if the auditor is not bold and independent, the purpose of audit will never be fulfilled. Auditor independent auditor അല്ലെങ്കിൽ auditor bold അല്ലെങ്കിൽ ആ ഓഡിറ്റിൻ്റെ പേർപ്പസ് തന്നെ ഫുൾഫിൽ ചെയ്യാൻ ചിലപ്പോൾ സാധിക്കില്ല. ഇതൊക്കെയാണ് ഓഡിറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഡിഫറൻസ് ആണ് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഫസ്റ്റ് വൺ എന്താണ്? പേർപ്പസ്. ഓഡിറ്റിങ്ങിൻ്റെ പേർപ്പസ് എന്താണ്? Ascertain whether or not the balance sheet and profit and loss account reveal the true and fair view of financial position. ഓഡിറ്റിങ്ങിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബിസിനസ്സിൻ്റെ ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ ആണോ കാണിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനോ അല്ലെങ്കിൽ കമ്പനീൻ്റെ ഏർണിംഗ് കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഫ്രോഡ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അതിൻ്റെ മെയിൻ പേർപ്പസ് എന്താണ്? ഇതൊക്കെയാണ്. ദെൻ ഓഡിറ്റിങ്ങിൽ മോഡ് ഓഫ് എക്സാമിനേഷൻ പറയുന്നത് ടെസ്റ്റ് ചെക്കിംഗ് ആണ്. എല്ലാ അക്കൗണ്ട്സും ചെക്ക് ചെയ്യാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് മാത്രം ചെക്ക് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ചെക്കിംഗ് പറയുന്നത്. അവർ മൊത്തം ട്രാൻസാക്ഷൻസ് ഒന്നും ചെക്ക് ചെയ്യാതെ ചില ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് ടെസ്റ്റ് ചെക്കിംഗ് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് തറോ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇൻവെസ്റ്റിഗേഷൻ്റെ കേസിൽ മോഡ് ഓഫ് എക്സാമിനേഷൻ പറയുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നല്ല രീതിയിൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓഡിറ്റിങ്ങിൽ കമ്പൽസറി ആണോ എന്ന് ചോദിച്ചാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ കേസിൽ ഓഡിറ്റിംഗ് കമ്പൽസറി ആണ്. പക്ഷേ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ ഡിസൈറബിൾ ആണ്. ഇൻവെസ്റ്റിഗേഷനും നോട്ട് കമ്പൽസറി ഫോർ എനി ഫോംസ് ഓഫ് ബിസിനസ്. ഏത് ഫോം ഓഫ് ബിസിനസ് ആണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ കമ്പൽസറി അല്ല. നെക്സ്റ്റ് പറയുന്നത് പീരീഡ് കവേർഡ്. ഓഡിറ്റിംഗ് പറയുന്നത് 1 year or 6 months ഓഡിറ്റിംഗ് ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് 3 to 7 years വരെ ഉണ്ടാവും. പേഴ്സൺ ഇൻട്രസ്റ്റഡ് വിത്ത് ഓഡിറ്റിംഗ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഓഡിറ്റർ എന്ന് വിളിക്കും. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ആളെ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് വിളിക്കും. ക്വാളിഫിക്കേഷൻസ്. ഓഡിറ്റിങ്ങിന് വേണ്ട ക്വാളിഫിക്കേഷൻ, ഓഡിറ്റർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വേണ്ടത്? ഓഡിറ്റർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം, ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാം പാസ്സായിരിക്കണം. ഇൻവെസ്റ്റിഗേറ്റർക്ക് വേണ്ടത് എന്താണ്? നോ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ. സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഒന്നും ഇൻവെസ്റ്റിഗേറ്റർക്ക് പറയുന്നില്ല. സ്കോപ്പ്. ഓഡിറ്റിങ്ങിൽ ലിമിറ്റഡ് സ്കോപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഓൺലി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്കോപ്പാണ്. ഇൻവെസ്റ്റിഗേഷനിൽ വൈഡർ സ്കോപ്പാണ്. റിപ്പോർട്ട് സബ്മിറ്റ്.
ഓഡിറ്റിങ്ങിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ചെയർമാൻ അല്ലെങ്കിൽ MDക്കാണ്. അവരത് ഷെയർ ഹോൾഡേഴ്സിന് സബ്മിറ്റ് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഓഡിറ്റിങ്ങിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ചെയർമാനോ അല്ലെങ്കിൽ MDക്കോ ആണ് ഓഡിറ്റർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേഷനിൽ പാർട്ടി ഹു അപ്പോയിൻറ്റഡ് ദി ഇൻവെസ്റ്റിഗേറ്റർ ആരാണോ അപ്പോയിൻറ്റ് ചെയ്തത് അവർക്ക് മുന്നിലാണ് ഇൻവെസ്റ്റിഗേറ്റർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്. അക്കൗണ്ടൻസിയും ഓഡിറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ബിഗിൻസ് വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. അക്കൗണ്ടൻസി ബിഗിൻസ് വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്തു നിന്നാണ് അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. വേർ അക്കൗണ്ടൻസി എൻഡ്സ് ഓഡിറ്റിംഗ് ബിഗിൻസ്. അക്കൗണ്ടൻസി എൻഡ് ചെയ്യുന്നിടത്തു നിന്നാണ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോട്ട് നെസസറി ഫോർ അക്കൗണ്ടൻസ് ടു പാസ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷൻ. അക്കൗണ്ടൻസിന് ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷൻ പാസ്സാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഓഡിറ്റിങ്ങിൻ്റെ കേസിൽ ഓഡിറ്റർക്ക് CA ഡിഗ്രി കമ്പൽസറി ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സായിരിക്കണം. വർക്ക് ഓഫ് അക്കൗണ്ടൻസ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദി ഹോൾ ഫിനാൻഷ്യൽ ഇയർ. അക്കൗണ്ടൻറ്റിൻ്റെ വർക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ കണ്ടിന്യൂസ് ആയിരിക്കും, ത്രൂ ഔട്ട് ദി ഇയർ വർക്ക് ഉണ്ടായിരിക്കും. ഓഡിറ്ററിനോ ഓഡിറ്റിംഗ് ഈസ് അണ്ടർടേക്കൺ ആഫ്റ്റർ ക്ലോസ് ഓഫ് ഇയർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇയറിൻ്റെ ക്ലോസ് എൻഡിലാണ് ഓഡിറ്റിംഗ് ചെയ്യുന്നത്. അക്കൗണ്ടൻസ് ഹാസ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി കൺസേൺ. അക്കൗണ്ടൻസ് എന്താണ് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ഓഡിറ്റർ ഹാസ് ടു വെരിഫൈ ആൻഡ് റിപ്പോർട്ട് ആക്യുറസി ആൻഡ് ഓതൻറ്റിസിറ്റി ഓഫ് ദി അക്കൗണ്ട്സ്. ഈ അക്കൗണ്ട്സിൻ്റെ ആക്യുറസിയും ഓതൻറ്റിസിറ്റിയും ഒക്കെ വെരിഫൈ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി. അക്കൗണ്ടൻറ്റ് ഈസ് എ സാലറിഡ് സ്റ്റാഫ്. അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിലുള്ള ഒരു കമ്പനിയിലുള്ള ഒരു സാലറീഡ് സ്റ്റാഫാണ്. ഓഡിറ്റർ എന്ന് പറയുന്ന ഒരു ഔട്ട്സൈഡർ ആണ്. ഓഡിറ്റർക്ക് ഫീ ആണ് കൊടുക്കുന്നത്. അക്കൗണ്ടൻറ്റിന് സാലറി ആണ്, ഓഡിറ്റർക്ക് ഫീ ആണ്. അക്കൗണ്ടൻറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു സബ്മിറ്റ് എനി റിപ്പോർട്ട്. അക്കൗണ്ടൻറ്റിന് റിപ്പോർട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഓഡിറ്റിങ്ങിൻ്റെ കേസിൽ ഓഡിറ്റർക്ക് റിക്വയർഡ് ടു സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഓഫ് എ പ്രൊഫഷണൽ ഓഡിറ്റർ. ഒരു പ്രൊഫഷണൽ ഓഡിറ്റർക്ക് വേണ്ട ക്വാളിറ്റീസും ക്വാളിഫിക്കേഷൻസും എന്തൊക്കെയാണ്? പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, പ്രൊഫഷണൽ ക്വാളിറ്റീസും ഉണ്ട്, അതുപോലെ പേഴ്സണൽ ക്വാളിറ്റീസും ഉണ്ട്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇൻ കേസ് ഓഫ് ഓഡിറ്റേഴ്സ്, പ്രൊഫഷണൽ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ദ ഓഡിറ്റർ മസ്റ്റ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ കേസിൽ ഓഡിറ്റർ എന്തായിരിക്കണം? ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷൻ പാസ്സായിരിക്കണം. ഇത് മസ്റ്റാണ്. ദെൻ പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? കംപ്ലീറ്റ് ആൻഡ് തറോ നോളജ് ഓഫ് ദി തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസിൻ്റെ തിയറീസ് ആൻഡ് പ്രാക്ടീസിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ കമ്പനി ലോ, മെർക്കൻറ്റൈൽ ലോ, പാർട്ണർഷിപ്പ് ആക്ട്, റെഗുലേഷൻ ആക്ടിനെ കുറിച്ചിട്ടൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. ടെക്നിക്സ് ഓഫ് ഓഡിറ്റിങ്ങിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. മെക്കാനിക്കൽ അക്കൗണ്ടിങ്, ലേബർ സേവിംഗ് ഡിവൈസസിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ബിസിനസ്, ഇതിലെല്ലാം ഓഡിറ്റർക്ക് നോളജ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓഫ് എ ഓഡിറ്ററാണ്. ദെൻ പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഓണസ്റ്റി, ടാക്ട്ഫുൾ, എബിലിറ്റി ടു ഹാർഡ് വർക്ക്, he should be impartial, cautious and vigilant, ability to trace out facts and figures, courage and ability to maintain secrets, ability to communicate and common sense. ഇതൊക്കെയാണ് പേഴ്സണൽ ക്വാളിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.